യേശുമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചെല്ലുവാനും പ്രാർത്ഥിക്കുവാനുമായി നമ്മൾ പ്രത്യേകം പരിശീലിക്കുന്ന ദിവസങ്ങളാണല്ലോ. വിശുദ്ധ ദിനത്തിലേക്ക് കടന്നു വന്നാൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തുന്ന മനോഹരമായ ഭാഗമാണ് എലിസബത്ത് അമ്മയെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്ന ഭാഗം. മറിയത്തിൻ്റെ അഭിവാദന സ്വരം ശ്രവിച്ചപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി. അവൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. എന്താണ് പരിശുദ്ധ അമ്മ എലിസബത്ത് അമ്മയെ അഭിവാദനം ചെയ്തപ്പോൾ മറ്റുള്ളവർ അഭിവാദനം ചെയ്യുന്ന വ്യത്യസ്തമായി സംഭവിച്ച കാര്യം? പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം എലിസബത്തിൻ്റെ മനസ്സിലും ആത്മാവിലും ശരീരത്തിലുമൊക്കെ ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞൊരനുഭവം എലിസബത്ത് അമ്മയ്ക്ക് കിട്ടി. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ പരസ്പരം മറ്റുള്ളവരെ കാണുമ്പോൾ അഭിവാദനം ചെയ്യുന്നവരും പ്രാർത്ഥിക്കുന്നവരുമൊക്കെയാണ്. പ്രത്യേകിച്ചും വൈദികരെയും സമർപ്പിതരെയും തിരഞ്ഞെടുക്കപ്പെട്ടവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ പരസ്പരം അഭിവാദനം ചെയ്യാറുണ്ട്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞാണ് അഭിവാദനം ചെയ്യുക. ഈ അഭിവാദന സ്വരം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തോടുള്ള സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ വർദ്ധമാനമാക്കാൻ സഹായിക്കും. ഇതിനേക്കാളെല്ലാം അപ്പുറത്ത് നമ്മുടെ കുടുംബങ്ങളിൽ നിലനിന്നിരുന്ന മനോഹരമായ പാരമ്പര്യമുണ്ടായിരുന്നു. നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം സന്ധ്യയ്ക്ക് ഭവനത്തിൽ ഒരുമിച്ചുകൂടി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന് സ്തുതി ചെല്ലും. അതിനുശേഷം ഭവനാംഗങ്ങൾ പരസ്പരം, മക്കൾ മാതാപിതാക്കൾക്കും ഭാര്യ ഭർത്താവിനും സഹോദരങ്ങൾക്കും ഭവനാംഗങ്ങൾക്കുമെല്ലാം സ്തുതി ചൊല്ലി പ്രാർത്ഥിക്കുന്ന മനോഹരമായ പാരമ്പര്യം നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്നു. ഇങ്ങനെ സ്തുതി ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ച കാര്യം എന്തായിരുന്നു? നമ്മുടെ കുടുംബത്തിലെ ഒരു ദിവസത്തെ അധ്വാനവും ജോലിയും എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഭവനാംഗങ്ങൾ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അന്നത്തെ ദിവസം അവിടെ കുടുംബത്തിൽ പരസ്പരം മാതാപിതാക്കൾ മക്കളിടയിലോ ജീവിത പങ്കാളിയുടെ ഇടയിലോ സഹോദരങ്ങളുടെ ഇടയിലോ കുടുംബാംഗങ്ങളുടെ ഇടയിലോ എന്തെങ്കിലുമൊക്കെ ദേഷ്യമോ വഴക്കോ കലഹമോ മറ്റെന്തെങ്കിലും പ്രതിസന്ധികളോ അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് എഴുന്നേറ്റുന്ന സ്തുതി ചെല്ലുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമായിരുന്നു. എല്ലാ ഭവനങ്ങളും പരിശുദ്ധാത്മാവോട് നിറഞ്ഞ ഭവനങ്ങളാകുമായിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഭവനത്തിൽ വിശുദ്ധ കുരിശ് വരച്ച ശേഷം സന്ധ്യാപ്രാർത്ഥന ചെല്ലിയതിന് ശേഷം സ്തുതി ചെല്ലുന്ന പാരമ്പര്യമില്ലെങ്കിൽ ഇന്നു മുതൽ നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാവരും ദൈവത്തിന് സ്തുതി ചെല്ലിയതിന് ശേഷം മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും പരസ്പരവും സ്തുതി ചൊല്ലി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഭവനങ്ങളായി എലിസബത്തിൻ്റെ ഭവനവും എലിസബത്തിൻ്റെ ജീവിതം നിറഞ്ഞതുപോലെ നമ്മുടെ ജീവിതവും മാറും. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.